സ്വഭാവ ദൂഷ്യങ്ങൾ മാറ്റിയത് കൊണ്ട് മാത്രം ആരും ദൈവമക്കളാകുന്നില്ല. ജീവിതത്തിൽ ഒരു നവീകരണമല്ല ആവശ്യം. ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവർ മാത്രമേ ദൈവമക്കളായിത്തീരുകയുള്ളൂ. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായി ജനിക്കാതെ ആർക്കും ദൈവരാജ്യം ദർശിക്കാനാകില്ലെന്ന സത്യം യേശുക്രിസ്തു അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. താൽക്കാലികമായ ചില സ്വഭാവമാറ്റങ്ങൾ സ്വന്തം പ്രയത്നത്താൽ വരുത്തുവാൻ മനുഷ്യന് സാധിച്ചേക്കാമെങ്കിലും സ്ഥായിയായ ഒരു ജീവിത രൂപാന്തരത്തിന് പുതുജനനാനുഭവം മാത്രമാണ് ഏക വഴി. മാത്രമല്ല, വീണ്ടും ജനനത്തിലൂടെ ദൈവവുമായി സ്ഥാപിക്കപ്പെടുന്ന ബന്ധവും അതിൻ്റെ ഫലമായി മനുഷ്യരുമായി ഉണ്ടാകുന്ന ആത്മീയ കൂട്ടായ്മയും അതുല്യവും ശ്രേഷ്ഠവുമാണ്. കണ്ണുണ്ടായിട്ടും കാണാതെയും കേട്ടിട്ടും ഗ്രഹിക്കാതെയും ഇരിക്കുന്ന ജനങ്ങളോട് കർത്താവ് ഉപമകളിലൂടെ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്നു. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 43 മുതൽ 13-ാം അധ്യായത്തിൻ്റെ 9 വരെയുള്ള വാക്യം. യേശുവും യഹൂദ മത നേതൃത്വവും തമ്മിലുണ്ടായ ചില വാഗ്വാദങ്ങളാണ് മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൽ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. തുടർന്ന് യേശു നൽകുന്നത് അധികവും നിഗൂഢവും ഞെട്ടിപ്പിക്കുന്നതുമായ ഉപമകളിലൊന്നാണ്. 12-ാം അധ്യായത്തിൻ്റെ 43-ാം വാക്യത്തിൽ ഒരു മനുഷ്യനിൽ അശുദ്ധാത്മാവ് ഉണ്ടായിരുന്നതിനെക്കുറിച്ച് പറയുന്നു. അത് അവനെ വിട്ടുപോകുന്നു. ഇപ്പോൾ ആ മനുഷ്യൻ്റെ ചിന്ത താൻ ആകെ ശുദ്ധമായി എന്നത്രേ. പിന്നെ എന്ത് സംഭവിക്കുന്നു? 43-ാം വാക്യം. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്നവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, പുനഃക്രമീകരണം നല്ലതല്ല. സ്വഭാവ ദൂഷ്യങ്ങൾ മാറ്റിയത് കൊണ്ട് മാത്രം കാര്യമായില്ല. പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾക്ക് അകന്നു നിൽക്കാം. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ക്രിസ്തു ശിഷ്യനാവില്ല. മദ്യപാനം നിർത്തിയത് കൊണ്ടോ വഴക്കുണ്ടാക്കുന്നത് നിർത്തിയത് കൊണ്ടോ നിങ്ങൾ ദൈവ പൈതലാവില്ല. നിങ്ങൾക്കറിയാവുന്ന പാപങ്ങളെല്ലാം ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചാൽ തന്നെ നിങ്ങളൊരു ക്രിസ്തു ശിഷ്യനാവില്ല. ജീവിതത്തിലൊരു നവീകരണമല്ല ആവശ്യം. ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവർ മാത്രമേ ദൈവമക്കളായി തീരുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തുവെന്ന്. 12-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. ഇതേ സ്ഥിതി ഇന്നും കാണാവുന്നതാണ്. ലോകത്തിലേക്കും കഠിനഹൃദയരായ വ്യക്തികൾ ആരാകുന്നു എന്നറിയാമോ? നോക്കിച്ചേ, ഞാൻ പറയാം. ക്രിസ്തീയ സഭാംഗത്വം ഉള്ള രക്ഷിക്കപ്പെടാത്ത വ്യക്തികൾ. കാരണം അവർ ചിന്തിക്കുന്നത് അവർക്ക് ഒരു കുഴപ്പവുമില്ല എന്നത്രേ. അവർ സ്വയം നവീകരണത്തിൽ കൂടി പോയവരാണ്. ഒഴിഞ്ഞും അടിച്ചുവാരി അലങ്കരിച്ചു വിട്ടിരിക്കുന്നു. ഒരു ഒഴിഞ്ഞ വീട് പോലെ അത്രേ അവർ. സകല അശുദ്ധാത്മാക്കൾക്കും ഒന്നേ ചെയ്യേണ്ടൂ, ഒഴിഞ്ഞ ഈ വീട്ടിലേക്ക് പ്രവേശിക്കുക. പിശാച് അവരെ സ്വന്തമാക്കിയിരിക്കുന്നു. പക്ഷെ അവർ ആ സത്യം അറിയുന്നില്ല. നവീകരണം എന്ന് പറഞ്ഞാൽ മരണവും നാശവും ആകുന്നു എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. അതേസമയം പുതുജനനം എന്ന് പറഞ്ഞാൽ ജീവനും സ്വാതന്ത്ര്യവുമാകുന്നു. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തെ,
നിങ്ങളുടെ ജീവിതത്തിലൊരു പുനഃക്രമീകരണം ചെയ്തിട്ടേ ഉള്ളോ, അതോ പുതുജനനം പ്രാപിച്ചിട്ടുണ്ടോ? പുതുതായി ജനിക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ നല്ല സ്വഭാവങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഒരു വിലയുമില്ല. ഈ 12-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം ഇനിയും കൂടുതൽ ഞെട്ടിപ്പിക്കുന്നതാണ്. അതിനു മുമ്പേ പറഞ്ഞതുമായി ബന്ധപ്പെട്ടതത്രേ ഇനിയും പറയുവാൻ പോകുന്നത്. അമ്മയും മകനുമായുള്ള ബന്ധത്തെക്കാൾ, രക്തബന്ധത്തിലുള്ള സഹോദരന്മാരെക്കാൾ വലിയൊരു ബന്ധമുണ്ട് എന്ന്. ഇത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവവുമായി സ്ഥാപിക്കപ്പെട്ട ഒരു ബന്ധമത്രേ. ഈ ലോകത്തിലെ ഒരു ബന്ധത്തിനും അത്രത്തോളം ദൃഢതയില്ല. ഇത് രക്തബന്ധം ആണെന്ന് പറയാം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ബന്ധം. നമുക്ക് ആ സംഭവം തന്നെ ഒന്ന് ശ്രദ്ധിക്കാം. 46 മുതലുള്ള വാക്യങ്ങളിൽ അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കയിൽ അവൻ്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു വന്നു. ഒരുത്തൻ അവനോട്, നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് അവൻ, എൻ്റെ അമ്മയാർ, എൻ്റെ സഹോദരന്മാർ ആർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. കർത്താവ് ഇവിടെ പറയുന്നത് ഇന്നുള്ളതിൽ ഏറ്റവും ശക്തമായ ബന്ധം ക്രിസ്തുവും ഒരു ക്രിസ്തു വിശ്വാസിയും തമ്മിലുള്ളതത്രേ എന്നാണ്. പ്രിയ സുഹൃത്തേ, നിങ്ങളൊരു ദൈവവേദലായിരിക്കുകയും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ ആ അനുഭവത്തിലാകാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് സ്വന്തക്കാരുമായുള്ള ബന്ധത്തെക്കാൾ അടുത്ത ബന്ധമായിരിക്കും യേശു കർത്താവിനോടുള്ളത്. നിങ്ങളെ പ്രസവിച്ച അമ്മയോടുപോലുമുള്ളതിൽ അടുത്ത ബന്ധം ക്രിസ്തുവിനോടായിരിക്കും. അതായിരിക്കും ആത്മീയ ബന്ധം, നിലനിൽക്കുന്ന ബന്ധം, നിത്യമായ ബന്ധം. അതുകൊണ്ട് യേശു പറയുകയാണ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. എന്താണ് പിതാവിൻ്റെ ഇഷ്ടം? നിങ്ങൾ യേശുക്രിസ്തുവിനെ ശ്രദ്ധിക്കണമെന്നും യേശുവിനെ കൈക്കൊള്ളണമെന്നും അവനിൽ ആശ്രയിക്കണമെന്നും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇനി 13-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ വിശുദ്ധ ബൈബിളിലെ തന്നെ താക്കോൽ പുസ്തകമാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. പഴയ പുതിയ നിയമങ്ങളിലേക്കുള്ള തുറന്ന വാതിലത്രേ ഈ മത്തായി എഴുതിയ സുവിശേഷം. അങ്ങനെയെങ്കിൽ 13-ാം അധ്യായമാണ് ഈ സുവിശേഷത്തിൻ്റെ താക്കോൽ അധ്യായം. അങ്ങനെ വരുമ്പോൾ 13-ാം അധ്യായം എത്രമാത്രം പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ. സ്വർഗരാജ്യം എന്താകുന്നു എന്നുള്ളതിന് പുസ്തകത്തിലെ വേറെ ഏതൊരു ഭാഗത്തെക്കാളും ഭംഗിയായ വിശദീകരണം നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്നുമത്രേ. ഈ ഭാഗത്തെ ഗൂഢാർത്ഥ ഉപമകളുടെ പ്രഭാഷണം എന്ന് നാം വിളിക്കുന്നു. ഗൂഢാർത്ഥ ഉപമകളുടെ പ്രഭാഷണം, മർമ്മങ്ങളായ ഉപമകൾ. വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തുവിൻ്റെ 3 പ്രധാന പ്രഭാഷണങ്ങളിൽ ഒന്നത്രേ നാം ഇവിടെ പഠിക്കുവാൻ പോകുന്നത്. ആദ്യത്തേത് ഗിരിപ്രഭാഷണം, അത് ഭൂതകാലത്തിലേക്ക് നോക്കുന്നു. രണ്ടാമത്തേത് ഗൂഢാർത്ഥ ഉപമകളുടെ പ്രഭാഷണം, ഇത് വർത്തമാനകാലത്തിൽ, അതായത് സ്വർഗരാജ്യം ഈ ഭൂമിയിൽ എങ്ങനെയായിരിക്കും എന്നത്രേ വെളിപ്പെടുത്തുന്നത്. മൂന്നാമതായി ഒലിവുമലയിലെ പ്രഭാഷണം, അത് ഭാവി കാലത്തിലേക്കാണ് നോക്കുന്നത്. രാജാവിൻ്റെ മടങ്ങി വരവും ഈ കാലത്തിന് ശേഷമുള്ള കാര്യങ്ങളും. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവും തൻ്റെ പ്രസംഗത്തിൽ യോഹന്നാൻ സ്നാപകനെ പിന്തുടർന്ന് സംസാരിച്ചു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവിനെന്ന് അവൻ പറഞ്ഞു. അതുമാത്രമല്ല, ആ രാജ്യത്തിൻ്റെ നിയമം കർത്താവ് പ്രഖ്യാപിച്ചു. അതത്ര ഗിരിപ്രഭാഷണം. തുടർന്ന് അവൻ താൻ പ്രഖ്യാപിച്ച മൂല്യങ്ങൾ പ്രാവർത്തികമാക്കുവാനുള്ള ശക്തി തനിക്കുണ്ടെന്ന് കാണിച്ചു. എന്നിട്ട് അവൻ ശിഷ്യന്മാരെ ദൂതുമായി പുറത്തേക്ക് അയച്ചു. ആ ദൂത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ പ്രതികരിച്ചത്. ഇസ്രായേൽ തങ്ങളുടെ രാജാവിനെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് താൻ വീര്യപ്രവർത്തികൾ ചെയ്ത പട്ടണത്തിനെതിരെയും മതനേതാക്കന്മാർക്കെതിരെയും ഒരു ന്യായവിധി വരുത്തുവാൻ ക്രിസ്തു ഒരുങ്ങുന്നു. ആ മതനേതാക്കന്മാർ ഒരു അടയാളം ചോദിച്ചപ്പോൾ ക്രിസ്തു നൽകിയ മറുപടി, യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അവർക്ക് നൽകില്ല എന്നത്രേ. അതെ, പുനരുത്ഥാനത്തിൻ്റെ ഒരു അടയാളമായിരുന്നു യോന. അത് അല്പം കൂടി കഴിഞ്ഞ് ക്രിസ്തുവിൽ നിറവേറുന്നത്
അവർ കാണുവാൻ പോവുകയാണ് എന്നാണ് യേശു പറഞ്ഞത്. ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്ന ക്രിസ്തു ഒടുവിലായി വ്യക്തിപരമായ ക്ഷണം നൽകുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു സംശയം എന്തെന്നാൽ, സ്വർഗരാജ്യത്തിന് എന്ത് സംഭവിക്കും? തൻ്റെ ആദ്യത്തെ വരവിൽ സ്വർഗരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുകയില്ല എന്നത് വ്യക്തമാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിനും തേജസ്കരണത്തിനും മധ്യയുള്ള ഇടവേളയിൽ സ്വർഗരാജ്യത്തിന് എന്ത് സംഭവിക്കും? അതാണ് നാം പഠിക്കുവാൻ പോകുന്നത്. ഗൂഢാർത്ഥ ഉപമകളുടെ പ്രഭാഷണത്തിൽ 7 8 ഉപമകൾ ഉപയോഗിച്ച് ക്രിസ്തു വ്യക്തമാക്കുന്നത് നേരത്തെ പറഞ്ഞ ഉപമകളിൽ സ്വർഗരാജ്യത്തിൻ്റെ ഈ ഭൂമിയിലെ അവസ്ഥയാണ്. ഗൂഢാർത്ഥ ഉപമകൾ എന്ന് നാം ഇതിനെ വിളിക്കുന്നതിന് കാരണം, ബൈബിളിൽ ഗൂഢാർത്ഥം അല്ലെങ്കിൽ മർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സമയം വരെ രഹസ്യമാക്കിയിരുന്നതും അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നതും പിന്നീട് വെളിപ്പെടുത്തുന്നതുമായ കാര്യങ്ങളെയാണ്. ഈ നിർവചനപ്രകാരം സഭ എന്നതൊരു മർമ്മമാകുന്നു. കാരണം പഴയ നിയമത്തിൽ സഭ എന്നത് വെളിപ്പെടുത്തിയ ഒരു കാര്യമേ അല്ല. ക്രിസ്തുവിൻ്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ശേഷമാണത് വെളിപ്പെടുത്തിയത്. വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും മുമ്പ് സഭ എന്നൊന്നുണ്ടായിരിക്കാൻ കഴിയില്ലല്ലോ. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവും സഭയെ സ്നേഹിച്ച് അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്നത്രേ. നാം എപ്പോഴും ശ്രദ്ധയിൽ വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ, സ്വർഗരാജ്യം എന്നതിൻ്റെ പര്യായമല്ല സഭ. സഭ എന്നുള്ളതിൻ്റെ സമാനാർത്ഥ പദമല്ല സ്വർഗരാജ്യം എന്നുള്ളതും. പലരും ഈ വ്യത്യാസം അറിയാതെയാണ് സംസാരിക്കാറുള്ളത്. ഇന്ന് ദൈവരാജ്യം എന്നാൽ ക്രൈസ്തവ ഗോളം എന്നാകുന്നു. സഭ സമസ്ത ക്രൈസ്തവ ഗോളത്തിൽ ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു വിധത്തിലും സമസ്ത ക്രൈസ്തവ ലോകവും സഭയാകില്ല. ദൈവരാജ്യം ഇസ്രായേലിന് നൽകുകയും അവർ അതിനെ തള്ളിക്കളയുകയും ചെയ്തതിന് ശേഷമുള്ള ഗതിയെയാണ് ഈ ഗൂഢാർത്ഥ ഉപമകൾ കാണിക്കുന്നത്. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ സമയം മുതൽ അവൻ രാജാവായി ഭൂമിയിൽ മടങ്ങി വരുന്ന സമയം വരെയുള്ള കാലത്തിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നത്രേ ഈ ഉപമകൾ വെളിപ്പെടുത്തുന്നത്. ഈ പ്രത്യേക കാലയളവ് മുഴുവനും ഈ ഉപമകളിലൂടെ കർത്താവ് വെളിച്ചത്ത് കൊണ്ടുവരും. ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതായി ഞാൻ കാണുന്നു. നാം ഈ അധ്യായം ആരംഭിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഈ പ്രവർത്തനങ്ങൾ എത്ര ആശ്ചര്യകരമാകുന്നു എന്ന് ശ്രദ്ധിക്കുക. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ, അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലരികെയിരുന്നു. വളരെ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരമെല്ലാം കരയിൽ ഇരുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രതിരൂപാത്മകത്വം ശ്രദ്ധിച്ച് കാണേണ്ടതാണ്. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്നത് ഇസ്രായേൽ രാഷ്ട്രത്തെക്കുറിച്ച് അത്ര സംസാരിക്കുന്നത്. വീട്ടിൽ നിന്നും പുറപ്പെട്ടു. കടലരികെയിരുന്നു എന്ന് പറയുന്നത് കടൽ യഹൂദേതര രാഷ്ട്രങ്ങളെ പ്രതിനിധീകരിക്കുന്നത് അത്രേ. നമ്മുടെ കർത്താവ് ഇസ്രായേൽ രാഷ്ട്രങ്ങളെ വിട്ടിട്ട് ലോകത്തിലേക്ക് തിരിയുകയാണ്. താൻ രാജാവായി മടങ്ങി വരുന്നത് വരെയും ഈ ലോകത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മുടെ കർത്താവ് ഇപ്പോൾ സംസാരിക്കുന്നു. തൻ്റെ രീതിയിൽ വന്നതായ വലിയൊരു മാറ്റത്തെയാണ് ഈ പ്രവർത്തനം വിളിച്ചറിയിക്കുന്നത്. അവനെ കേൾക്കുവാനായി വലിയൊരു പുരുഷാരം അവൻ്റെ ചുറ്റും വന്നു കൂടുകയും ചെയ്തു. അവർ കരയിൽ നിൽക്കുമ്പോൾ കർത്താവ് ഒരു പടകിൽ കയറി ഇരുന്ന് അവരോട് സംസാരിക്കുവാൻ ആരംഭിച്ചു എന്നാണ് നാം വായിച്ചത്. ഈ 13-ാം അധ്യായത്തിൽ ക്രിസ്തു പല ഉപമകൾ പറയുന്നെങ്കിൽ തന്നെയും 2 മാത്രമേ അവൻ വ്യാഖ്യാനിക്കുന്നുള്ളൂ. വിതയ്ക്കുന്നവൻ്റെ ഉപമയും ഗോതമ്പിൻ്റെയും കളയുടെയും ഉപമയും. മറ്റുള്ള ഉപമകളിലെ പ്രതീകങ്ങളെ മനസ്സിലാക്കുവാൻ ക്രിസ്തുവിൻ്റെ ഇവിടുത്തെ വ്യാഖ്യാനം നമ്മെ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, വിതയ്ക്കുന്നവൻ്റെ ഈ ഉപമയിലെ പറവകൾ സാത്താനെ ചിത്രീകരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാകുന്നത് എന്തെന്നാൽ, മറ്റേതെങ്കിലും ഉപമയിൽ ക്രിസ്തു പറവകളുടെ പ്രതീകം കൊണ്ടുവന്നാൽ അത് എന്തെങ്കിലും നല്ലതിനെ ചിത്രീകരിക്കുന്നതല്ല എന്ന് നമുക്ക് ഉറപ്പാക്കാം. നമ്മുടെ കർത്താവിൻ്റെ വിശദീകരണത്തോട് നാം യോജിക്കുകയും അതിനോട് പൊരുത്തമുള്ള വിധത്തിൽ നാം വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതൊരു നല്ല മാതൃക തന്നെയല്ലേ? ഗൂഢാർത്ഥ ഉപമകളിൽ ആദ്യത്തേതാണ് വിതയ്ക്കുന്നവൻ്റെ ഉപമ. അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിലെ എല്ലാ ഉപമകളുടെയും അടിസ്ഥാനമായി നമുക്കത്
പരിഗണിക്കാവുന്നതാണ്. 3-ാം വാക്യത്തിൽ അത് ആരംഭിക്കുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. ഞാൻ മുൻപോട്ട് പോയി വിതയ്ക്കുന്നവനെക്കുറിച്ച് കർത്താവ് നൽകിയ വ്യാഖ്യാനം തന്നെ ഒന്ന് പറയട്ടെ. കുറേ കഴിയുമ്പോൾ അവൻ നമ്മോടത് പറയുന്നുണ്ട്. വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാകുന്നുവെന്നും വിത്ത് ദൈവജനത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നും നാം കാണുന്നതാണ്. ഇനിയും 4 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. 8 വരെ ഉള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്നത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്തു വീണു, മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറ് ചൂട് തട്ടി വേറില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റ് ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള് മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റ് ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ഈ പലസ്തീനിലെ ഒരു സാധാരണ കാഴ്ചയായിരുന്നു ഈ വിത്ത് വിതയ്ക്കുന്നത്. നിലമൊരുക്കിയതിന് ശേഷം വിതയ്ക്കുന്നവൻ വിത്ത് വലിച്ചെറിയുമായിരുന്നു. ഈ കാഴ്ച നമ്മുടെ നാടുകളിലും സാധാരണയാണല്ലോ. നെല്ല്, പയറുവർഗ്ഗങ്ങൾ, എള്ള് ഇവയെല്ലാം വിതയ്ക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കും. വളരെ വ്യക്തമായൊരു ചിത്രം നമുക്കിവിടെ മനസ്സിൽ കാണുവാൻ സാധിക്കും. ഇന്ന് പട്ടണത്തിലൊക്കെ പാർക്കുന്ന കുഞ്ഞുങ്ങൾക്കിത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും പ്രായമുള്ളവർക്കൊക്കെ ഇത് വളരെ പരിചയമുള്ളൊരു ചിത്രമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിതയ്ക്കുന്നവൻ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഗോതമ്പിൻ്റെയും കളയുടെയും ഉപമകളിൽ നിന്ന് നമുക്കിത് വ്യക്തമാകുന്നുണ്ട്. വിത്ത് വിതയ്ക്കുന്നവൻ കർത്താവായ യേശുക്രിസ്തു ആകും. ഇന്നത്തെ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തെ വിശദീകരിക്കുന്ന ഒരു വ്യാഖ്യാനമാകുന്നു ഇതെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് രാജാവായിരുന്നു, പക്ഷേ തൻ്റെ രാജകീയ വസ്ത്രം അവൻ മാറ്റിവെച്ചു. ഇന്ന് അവനൊരു കൃഷിക്കാരൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. അതെ, വിത്ത് വിതയ്ക്കുക. പക്ഷേ അവിടുന്ന് ഇന്ന് രാജാവാണ്. 19-ാം വാക്യത്തിൽ നിന്നും നാം പഠിക്കുന്നത് വിത്ത് ദൈവവചനത്തെ പ്രതിനിധീകരിക്കുന്നു എന്നാണ്. നമ്മുടെ കർത്താവ് തന്നെയാണ് ആ വിശദീകരണം നൽകിയത്. 19-ാം വാക്യം, ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. ഇവിടെ വ്യക്തമാണ് വിത്ത് ദൈവവചനത്തെ പ്രതിനിധീകരിക്കുന്നു എന്നത്. നിലം ലോകത്തെ പ്രതിനിധീകരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, നിലം ലോകമാണ്, സഭയല്ല. ലോകത്തിൻ്റെ ഒരു സാഹചര്യത്തെ അത്രേ നാം ഇവിടെ കാണുന്നത്. ഇവിടുത്തെ ചിത്രം ഇനിയും പറയുന്ന പ്രകാരമാകുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സഭ ഇതാ ഇവിടെ ലോകത്തിൽ, അതിന് വെളിയിൽ ക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടില്ലാത്ത വലിയ പുരുഷാരം. ദൈവവചനം ഇവിടെ ഒരാളോട് പറഞ്ഞു, പിന്നെ അവിടെ ഒരാളോട് പറഞ്ഞു, അവിടെയും ഇവിടെയും അതറിയിച്ചു. ഒരാൾ അംഗീകരിച്ചു, മറ്റൊരാൾ തള്ളിക്കളഞ്ഞു. എല്ലാവരും കൈക്കൊള്ളുകയില്ലെങ്കിൽ തന്നെ നമ്മുടെ ഉത്തരവാദിത്വം വിത്ത് വിതയ്ക്കുക എന്നതത്രേ. വിത്ത് വിതയ്ക്കുക എന്ന ഈ വലിയ പരിപാടിയുടെ ഉത്തരവാദിത്വം ക്രിസ്തുവിനാണ്. എനിക്ക് പ്രവർത്തിക്കുവാനായി അവനൊരു ചെറിയ കോൺ നൽകിയിട്ടുണ്ട്. എൻ്റെ ഉത്തരവാദിത്വം അവിടെ വിത്ത് വിതയ്ക്കുക മാത്രമാണ്. ഇവിടെ കുറെ കൂടി വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിത്ത് വിതയ്ക്കുവാനുള്ള കാലമാകുന്നു ഇത്. തലനാരിഴ കീറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ കൊയ്ത്തെന്നത് ഇന്നത്തേക്കുള്ള ചിത്രമല്ല. അത് കേട്ടപ്പോൾ പലർക്കും ബുദ്ധിമുട്ടായില്ലേ? കൊയ്ത്തിൻ്റെ യജമാനനോട് പ്രാർത്ഥിക്കുവാൻ ക്രിസ്തു പറഞ്ഞില്ലേ? ഇതാകുന്നുവോ നിങ്ങളുടെ സംശയം? അത് ശരിയാണ്, കർത്താവ് അങ്ങനെ പറഞ്ഞു. അതുതന്നെ നമുക്ക് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 36 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ ഇടയിലേക്ക് തൻ്റെ അപ്പോസ്തലന്മാരെ പറഞ്ഞയക്കുന്നതിന് തൊട്ടു മുൻപ് വരുന്നതായ ഭാഗമത്രേ മത്തായി എഴുതിയ സുവിശേഷം 9-ന്റെ 36 മുതലുള്ള വാക്യങ്ങൾ. ന്യായപ്രമാണത്തിൻ്റെ യുഗം അവസാനിക്കുന്നു. വിത്ത് വിതച്ചതിന് ശേഷം മാത്രമാണല്ലോ കൊയ്ത്തുകാലം വരുന്നത്. ഏകദേശം 1500 വർഷം ന്യായപ്രമാണത്തിന് കീഴിൽ വിത്ത് വിതയ്ക്കുകയുണ്ടായി. അതിനുശേഷം കൊയ്ത്ത് വന്നു. തുടർന്ന് ഒരു പുതിയ യുഗം, പുതിയ വ്യവസ്ഥിതി വന്നു. ഒരു കാലത്തിൻ്റെ അവസാനത്തിൽ ഒരു കൊയ്ത്തുണ്ടാകുന്നു. ഒരു കാലത്തിൻ്റെ ആരംഭത്തിൽ വിത്ത് വിതയ്ക്കപ്പെടുന്നു. ഒരു കാര്യം തറപ്പിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാലത്തിൻ്റെ അന്ത്യത്തിൽ വരുന്നതായ കൊയ്ത്ത് ന്യായവിധിയാകുന്നു. തുടർന്ന് വരുന്നതായ ചില ഉപമകളിൽ നാം അത് വ്യക്തമായി കാണുന്നുമുണ്ട്. എന്തായിരുന്നാൽ തന്നെയും നമ്മുടെ ഈ കാലങ്ങളിൽ നാം ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കുന്നവരായിരിക്കണം.
ചിലർ ഒരു വർഷത്തിലധികം ക്രമമായി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമാണ് വിത്ത് അല്ലെങ്കിൽ വചനം മുളയ്ക്കുന്നത്. ഫലം പുറപ്പെടുവിക്കുന്നത് അതിനുശേഷമാണ്. ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത്രയും കാലം വിത്ത് വിതയ്ക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്വമാകുന്നു. അതേ സുഹൃത്തെ, നിങ്ങളുടെയും ഉത്തരവാദിത്വം വിത്ത് വിതയ്ക്കുക എന്നതാണ്. വചനം വിതയ്ക്കുക, ദൈവവചനമാകുന്ന വിത്ത്. എത്ര മനോഹരമായൊരു ഉത്തരവാദിത്വം അല്ലേ? ഈ വിത്ത് എവിടെയെല്ലാം ആകുന്നു വീഴുന്നതെന്ന് ശ്രദ്ധിച്ചേ. 4 വിധത്തിലുള്ള മണ്ണിലാണ് വിത്ത് വീഴുന്നത്. അതിൽ 3/4 വിത്ത് വളരുന്നില്ല, അവ നശിക്കുന്നു. വിത്തിനൊരു കുഴപ്പവുമില്ലായിരുന്നു, പക്ഷേ മണ്ണ് പ്രശ്നമുള്ളതായിരുന്നു. ദൈവമാണ് ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാദിക്കാം. പക്ഷേ ഈ ഉപമയിൽ വളരെയധികം സ്വന്തമായി തീരുമാനമെടുക്കുവാനുള്ള ശേഷിയെക്കുറിച്ച് കർത്താവ് വ്യക്തമാക്കുന്നു. വിത്തിനെ സംബന്ധിച്ചിടത്തോളം നിലത്തിൻ്റെ അവസ്ഥ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. വിത്ത് വീണ വിവിധ തരത്തിലുള്ള മണ്ണിനെക്കുറിച്ച് ക്രിസ്തു നൽകുന്ന വിവിധ തരത്തിലുള്ള വ്യാഖ്യാനം നമുക്കിനിയും ഒന്ന് പെട്ടെന്ന് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്നത് തിന്നുകളഞ്ഞു എന്ന്. 19-ാം വാക്യത്തിൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് വിവരിക്കുന്നുണ്ട്. പറവകൾ ദുഷ്ടനായവനാകുന്നു എന്ന് കർത്താവ് പറയുന്നു. വഴിയരികെ വീണ വിത്ത് സാത്താൻ എടുത്തു കളയുന്നു. ഇതൊരു മുന്നറിയിപ്പ് പോലെ ഓരോ ക്രിസ്തുവിശ്വാസിയും കരുതിയേ മതിയാകും. സ്വയം ഒന്ന് പരിശോധിക്കുവാൻ ഓരോരുത്തർക്കും ഉതകുന്ന ഒരു വിഷയമായിരിക്കണം ഇത്. അതേ സുഹൃത്തെ, ഇത് താങ്കളുടെ സ്നേഹിതൻ്റെ കാര്യമായി കണക്കാക്കരുത്. ഇത് നിങ്ങളുടെ കാര്യമായി കണ്ട് പ്രതികരിക്കുന്നതാണ് അനുയോജ്യം. ഞാനല്ല ശരിയാകേണ്ടത്, ഇന്നടത്തെ ഇന്നാരാകുന്നു ശരിയാകേണ്ടത്. ഇതാണ് പലരുടെയും ചിന്ത. സ്വന്തം സ്ഥിതി കാണുവാൻ കഴിയാത്തതിനാൽ പലരും ആത്മീകമായി അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വഴിയരികിലെ മണ്ണ് വാസ്തവത്തിൽ വിശ്വാസികളെന്ന് അഭിനയിക്കുന്നവരെ കുറിക്കുന്നതാണ്. ഭക്തിയുടെ കാര്യത്തിൽ മുമ്പിൽ തന്നെ നിൽക്കുന്നവർ. അവർ ദൈവവചനം കേട്ടു, പക്ഷേ അത് വിശ്വാസത്താലുള്ള കേൾവിയല്ലായിരുന്നു. വിശ്വാസത്താലല്ല വചനം ശ്രദ്ധിച്ചത്. അല്ല, അങ്ങനെയെങ്ങാനുമാണെങ്കിൽ തന്നെ ഔപചാരികമായ ബുദ്ധിപരമായ വിശ്വാസം മാത്രമായിരുന്നു. തലകുലുക്കി സമ്മതിക്കുകയല്ലാതെ ഒന്നും ആഴമായി ഇറങ്ങാത്തൊരു കേൾവി. ഇങ്ങനെയുള്ളവർ ഭക്തി എന്ന് പറയുന്നത് ഒരു നേരം പോക്കായിട്ടാണ് കാണുന്നത്. ഒരു ക്ലബിൽ പോകുന്നത് പോലെയോ ഒരു ലോഡ്ജിൽ താമസിക്കുന്നത് പോലെ അത്രേ ഈ കൂട്ടർക്ക് പള്ളി ആരാധന എന്നൊക്കെ പറയുന്നത്. ഒരു തരം തണുത്തുറഞ്ഞ അവസ്ഥ. ഇവരെ ആരാധനകളിൽ കാണുമെന്ന് മാത്രമല്ല, ചിലർ ഭക്തിയിൽ നിന്നും വീണിട്ട് എന്തെങ്കിലുമൊക്കെ ഇസത്തിൻ്റെ പുറകെയോ മതാചാരങ്ങളുടെ പുറകെയോ ഒക്കെ പോയി കാണും. ക്രിസ്തീയ മാർഗത്തിന് ഏറ്റവും അധികം ദോഷം വരുത്തുന്നവർ ഒരിക്കൽ ഈ മാർഗത്തിൽ മുമ്പോട്ട് പോകുവാൻ പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് പിമ്പോട്ട് പോയവരാണ്. അവർ കേട്ടിട്ടുള്ള സത്യങ്ങളൊന്നും അവർ അംഗീകരിച്ചിട്ടില്ല, അനുസരിച്ചിട്ടില്ല. അതേ സുഹൃത്തെ, വളരെ അപകടകരമായുള്ള ഈ സ്ഥിതിയിൽ തുടരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ ദിവസവും വചനം കേൾക്കുവാൻ നിങ്ങൾക്ക് എത്രയെത്ര അവസരങ്ങളാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഇക്കാലത്ത് കേൾക്കുന്ന വചനത്തെ സാത്താൻ എടുത്തു കളയാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 20ഉം 21ഉം വാക്യങ്ങളിൽ കർത്താവ് പറയുകയാണ്, പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു. എങ്കിലും വേരില്ലാതിരിക്കിയാൽ അവൻ ക്ഷണികനത്രേ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. ആദ്യത്തെ കൂട്ടത്തിൻ്റെ വിപരീത സ്വഭാവമുള്ള കൂട്ടം അത്ര ഈ പാറസ്ഥലത്തെ മണ്ണ് പ്രതിനിധീകരിക്കുന്ന കൂട്ടം. വഴിയരികെ വീണതുപോലെ വചനം കേട്ടവരിൽ നിന്ന് വചനം എടുത്തു കളഞ്ഞത് സാത്താനായിരുന്നു. പക്ഷേ ഈ രണ്ടാമത്തെ കൂട്ടത്തെ ആക്രമിച്ചത് ജഡമാകും. ആദ്യത്തെ കൂട്ടത്തെ പോലെ ഇവർ തണുത്തുറഞ്ഞവരല്ല, നല്ല ചൂടുള്ളവർ. പ്രസംഗം കേട്ടപ്പോൾ എന്തൊരു കരച്ചിലായിരുന്നെന്നറിയാമോ? അവരുടെ പ്രതികരണം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. വികാരത്തള്ളലിൽ അവർ വിളിച്ചു പറയുന്നതൊക്കെ ഹൃദയസ്പർശിയായ കാര്യങ്ങൾ തന്നെയാണ്. ഓരോ കൺവെൻഷൻ സീസണിലും അവർ തീരുമാനമെടുക്കും. വർഷാവസാന കൂട്ടായ്മയിൽ അവരുടെ തീരുമാനത്തിൻ്റെ ലിസ്റ്റ് ഒരു നീണ്ടതായിരിക്കും. പക്ഷേ ഒന്നും പ്രായോഗികമാക്കാത്ത നിർജീവാവസ്ഥ. ഈ ബസ്സിൻ്റെയൊക്കെ പുറകെ പറന്നു പോകുന്ന കരിയില താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബസ് വരുമ്പോൾ റോഡരികിൽ കിടക്കുന്ന കടലാസ് കഷ്ണങ്ങളും കരിയിലയും പൊങ്ങിപ്പറക്കും. ഇപ്പോൾ എല്ലാം കൂടി ബസ്സിൻ്റെ കൂടെ അങ്ങ് കൂടുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ തെറ്റി.
അല്പം കഴിയുമ്പോൾ കെട്ടടങ്ങും. ഇന്ന് അനേകരുടെയും ആത്മീയം ഇതുപോലെയാണ്. പാറപ്പുറത്തെ ആഴമില്ലാത്ത മണ്ണിൽ വീഴുന്ന ദൈവവചനം അത്രേ അവരുടെ ഹൃദയത്തിൽ. ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. മൂന്നാമത്തെ കൂട്ടം കേൾവിക്കാർ മുള്ളു നിറഞ്ഞ നിലം പോലെയാകുന്നു. 22-ാം വാക്യത്തിൽ, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. മൂന്നാമത്തെ കൂട്ടർ, അവരിൽ വീണ ദൈവവചനം ലോകം പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. വഴിയരികെ വീണ വചനം സാത്താൻ എടുത്തു കളഞ്ഞു. പാറപ്പുറത്ത് വീണതുപോലെ വീണ ആ കൂട്ടരുടെ വചനം ജഡം തട്ടിക്കൊണ്ടുപോയി. ഇതാ ഇവിടെ മൂന്നാമത്തെ കൂട്ടത്തെ ലോകം ഞെരുക്കി വചനം മാറ്റിക്കളഞ്ഞു. ലോകത്തിൻ്റെ ചിന്താകുലം ഇവരിലേക്ക് വരുന്നു. ചിലപ്പോൾ ഇത് ദാരിദ്ര്യമാകും, മറ്റു ചിലപ്പോൾ ധനമുണ്ടാക്കണമെന്ന ചിന്ത മാത്രമാകും. സാമൂഹികമായി നോക്കുമ്പോൾ രണ്ടറ്റത്ത് നിൽക്കുന്ന ആളുകളെയാണ് നാം ഇവിടെ കാണുന്നത്. അവരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ വളരെ പ്രയാസമാണ്. അങ്ങേയറ്റം ദാരിദ്ര്യം അനുഭവിക്കുന്നവരും വളരെയധികം സമ്പത്തുള്ളവരും. ലോകത്തിൻ്റെ ചിന്ത അനേകരെ ഞെരുക്കിയിട്ട് അവർ ദൈവവചനത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഒരു സത്യം കൂടി ഞാൻ ഓർപ്പിക്കാം. ഈ 3 തരത്തിലുള്ള മണ്ണുകൾ 3 തരത്തിലുള്ള വിശ്വാസികളെ അല്ല പ്രതിനിധീകരിക്കുന്നത്. ഈ 3 കൂട്ടർ വിശ്വാസികളെ അല്ല. അവർ ദൈവവചനം കേട്ടു, അവർ ദൈവവചനം കൈക്കൊള്ളാമെന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലെങ്കിൽ തീരുമാനമെടുത്തതേ ഉള്ളൂ, അവിടം കൊണ്ട് അവസാനിച്ചു. നാം യഥാർത്ഥത്തിൽ വിശ്വാസത്തിലാണോ എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് എപ്പോഴും നല്ലതാണ് സുഹൃത്തെ. ഇനി നാം അടുത്ത കൂട്ടം ആളുകളിലേക്ക് പ്രവേശിക്കുകയാണ്. 23-ാം വാക്യത്തിൽ, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു, അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. ദൈവവചനം കേൾക്കുകയും അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തികളാണിവർ. അവരിൽ ചിലർ അധികം ഫലം പുറപ്പെടുവിക്കുന്നില്ല, വെറും 30 മേനി മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. ചിലർ 100 മേനി പുറപ്പെടുവിക്കുന്നുണ്ട്. ദൈവവചനം ഗ്രഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കാം. എത്യോപ്യക്കാരനായിരുന്ന ഷണ്ണൻ്റെ അനുഭവം തന്നെ ഓർക്കുന്നില്ലേ? അവൻ വചനം വായിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അതവന് മനസ്സിലായില്ല. അത് ഗ്രഹിക്കണമെന്ന് അവന് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ അങ്ങോട്ട് അയക്കുന്നു. അവൻ ഷണ്ണൻ്റെ കൂടെ ഒരു ഉല്ലാസയാത്ര അങ്ങ് നടത്തി. പിരിയുന്നതിന് മുമ്പ് ഷണ്ണന് സ്വർഗത്തിലേക്കുള്ള ഒരു ടിക്കറ്റും കൊടുത്തു. ഫിലിപ്പോസ് ദൈവവചനം ഷണ്ണന് വ്യാഖ്യാനിച്ചു കൊടുത്തു. അറുപ്പാനുള്ള ആടിനെ പോലെ കൊണ്ടുപോയത് കർത്താവായ യേശുക്രിസ്തുവിനെയാണെന്നും അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യം നിമിത്തം തകർന്നും ഇരുന്നുമെന്ന് ഫിലിപ്പോസ് വിശദീകരിച്ചു കൊടുത്തു. ഷണ്ണൻ വിശ്വസിക്കുകയും ക്രിസ്തുവിനെ കൈക്കൊള്ളുകയും ചെയ്തു. ദൈവവചനമെന്ന വിത്ത് ഫിലിപ്പോസ് വിതയ്ക്കുകയായിരുന്നു. വിതയ്ക്കുന്നവൻ കർത്താവായ യേശുക്രിസ്തു ആകുന്നുവെന്നും വിത്ത് ദൈവവചനമാകുന്നുവെന്നും വിശ്വസിക്കുവാൻ ആഗ്രഹമുള്ളവരിൽ പരിശുദ്ധാത്മാവ് അത് പ്രായോഗികമാക്കും എന്നുമുള്ളതിനാൽ സ്വർഗരാജ്യത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. എത്ര മനോഹരമായിരിക്കുന്നല്ലേ? നമ്മുടെ ഹൃദയത്തിൽ വീണ വിത്ത് ഫലമുള്ളതായി തീരുന്നുണ്ടോ? ചിന്തിച്ചാട്ടെ. ദൈവം നിങ്ങളോട് ഇരിക്കട്ടെ. വിതക്കാരൻ്റെ ഉപമയിലൂടെ ദൈവവചനത്തോടുള്ള മനുഷ്യഹൃദയങ്ങളുടെ പ്രതികരണങ്ങൾ എത്രമാത്രം വ്യത്യസ്തമായ ഫലങ്ങളാണ് പുറപ്പെടുവിക്കുന്നതെന്ന് നാം കണ്ടു. വചനം കേൾക്കുന്ന എല്ലാവരിലും അത് ഫലം പുറപ്പെടുവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തിരുവചനം കേട്ട് അത് ഹൃദയത്തിൽ ഗ്രഹിക്കുന്ന അവസ്ഥയെക്കുറിച്ച് വ്യക്തമായൊരു ബോധ്യം നമുക്കുണ്ടാകണം. ദൈവവചനത്തിൻ്റെ ശക്തി അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.